ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. സംഭവം എരിവൊന്നുമല്ല, നല്ല മധുരമുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. പഴം വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്, ബനാന ബോൾസ്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്, മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ പറഞ്ഞോട്ടെ, ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. നന്നായിട്ട് പഴുത്തിരിക്കുന്ന പഴമാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പം മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കണം. 2 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായ പൊടിയാണെങ്കിൽ പൊടി ചേർത്താലും മതിയാവും. നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചായിട്ട് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, ചേർത്ത് കൊടുത്താൽ നല്ല ഫ്ലേവർ കിട്ടും. പിന്നെ ഇത് മധുരമല്ല, അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മിക്സിയിൽ ചെയ്തെടുക്കാതെ പഴം അരച്ചതിലേക്ക് മൈദ ചേർത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ മിക്സിയിൽ ചെയ്യുമ്പോൾ കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സായി കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. 3 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കാം. അപ്പോൾ അത് കയ്യിലില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നമുക്കതിന് പകരം ഫ്രഷ് കോക്കനട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തയ്യാറാക്കി തുടങ്ങാം. ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിയിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ ബോൾസ് പോലെ നമുക്ക് ആക്കിയിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. അങ്ങനെ ആവുമ്പോൾ പുറം ഭാഗം പെട്ടെന്ന് കളർ ചേഞ്ച് ആവും. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ വേഗം അതെടുത്ത് വെക്കും. അപ്പോൾ ഉൾഭാഗം വെന്ത് കിട്ടുകയുമില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ഗുണ്ട് പോലെയായി വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് റെഡി ആകുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒന്ന് കഴിച്ചു നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ ഇരിക്കും. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോസൊക്കെ നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലിൽ വേറെയും കുറേ സ്നാക്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് കാണാം. താങ്ക്